ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടർന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ഹരിശങ്കറും സുധാകരന്റെ വസതിയിൽ എത്തി. പാർട്ടി അംഗത്വം പുതുക്കണമെന്ന അഭ്യർത്ഥനയുമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറിയും സുധാകരനെ ടെലിഫോണിൽ വിളിച്ചിരുന്നു. സുധീഷ് ഗോപാൽ ആലപ്പുഴയിൽ നിന്നും ചേരുകയാണ്. സുധീഷ്, ഇത് സുധാകരൻ പാർട്ടി വിടുമെന്നും അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നുമുള്ള പ്രചരണങ്ങൾ ശക്തമായിരുന്നു. അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പാർട്ടി നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായി. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ ക്ഷീണമായി മാറുമെന്ന പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ CS സുജാത ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ തന്നെ നേരിട്ട് വന്ന് കണ്ട് ഈ വിഷയം എങ്ങനെയെങ്കിലും തീർക്കുവാൻ ശ്രമം നടക്കുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം CPM വിട്ട് ജി സുധാകരൻ പുറത്തു പോവുകയും അമ്പലപ്പുഴയിൽ സ്വന്തമായി മത്സരിക്കുകയും ചെയ്തത് ആലപ്പുഴ ജില്ലയിലേക്കും അതിന് പുറത്തേക്കും വരെ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നീക്കമായിരിക്കും എന്ന പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സുധാകരനുമായി ആത്മബന്ധമുള്ള CS സുജാതയും ബന്ധുവായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ഹരിശങ്കറിനെയും ജി സുധാകരനെ അനുനയിപ്പിക്കാനായി പാർട്ടി നിയോഗിച്ചത്. ഇന്നലെ സംസ്ഥാന കമ്മിറ്റി കൂടിയിരുന്നു. ആ സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയം ഒരുപക്ഷെ ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ അറിയിക്കാനും അനുനയിപ്പിക്കാനുമായിട്ടാണ് എത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നാളെ ഉദ്ഘാടനം ചെയ്യുന്ന പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടേക്കും ജി സുധാകരനെ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ജി സുധാകരൻ തന്നെ നിർമ്മാണം തുടങ്ങി വെച്ച മറ്റ് നിരവധി പാലങ്ങൾ ആലപ്പുഴ ടൗണിലടക്കം ഉദ്ഘാടനം ചെയ്തപ്പോഴും ജി സുധാകരനെ വിളിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിലേക്ക് മുഹമ്മദ് റിയാസ് തന്നെ ഫോണിൽ വിളിച്ച് നാളെ അവിടെ എത്തണം എന്ന് അഭ്യർത്ഥിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രീതിയിലെല്ലാം ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടകനാകുന്ന ആ വേദിയിലേക്ക് ജി സുധാകരനെ എത്തിച്ചുകൊണ്ട് ഒരു അനുനയ സംഭാഷണം മുഖ്യമന്ത്രിയുമായിട്ടും നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പാർട്ടി നടത്തുന്നത്. എന്നാൽ അത് എത്രത്തോളം ഫലം കാണും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ ഇത്തരം ഒരു പരിപാടി കുട്ടനാട്ട് വെച്ച് നടത്തിയപ്പോൾ ജി സുധാകരനെ ക്ഷണിച്ചിരുന്നെങ്കിലും അന്ന് അതിൽ പങ്കെടുക്കാൻ ജി സുധാകരൻ പോയിരുന്നില്ല. നേരത്തെ ഏറ്റ മറ്റൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് ആ പരിപാടിയിലേക്കാണ് ജി സുധാകരൻ പോയിരുന്നത്. ആ രീതിയിൽ തന്നെ നാളെ അതിൽ നിന്ന് വിട്ടു നിൽക്കുമോ, പങ്കെടുക്കുമോ, ഇവരുടെ ഈ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിൽ വഴങ്ങുമോ എന്നത് നോക്കിക്കാണേണ്ടതാണ്. എന്തു തന്നെയായാലും ജി സുധാകരൻ ഇന്നലെ വരെയും പറഞ്ഞിരുന്നത് ഇനിയും CPMലെ അംഗത്വം പുതുക്കി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന നിലപാട് തന്നെയാണ് അറിയിച്ചത്. അത് തന്നെയാണോ ഇപ്പോഴും നിലപാട് എന്നത് സംബന്ധിച്ച് ജി സുധാകരൻ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ജി സുധാകരനിൽ നിന്ന് തന്നെ നാളെ ഈ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സുധാകരൻ പോയാൽ ഒരുപക്ഷെ പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാനാകും. അതിൽ പങ്കെടുത്തില്ലെങ്കിൽ സുധാകരൻ ഉറച്ചു തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ വന്നാൽ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വന്തമായി മത്സരിക്കാനുള്ള സാധ്യതയും ആക്കം കൂട്ടുന്നതാണ്. ഗൗതം, ഓക്കെ, എന്തായാലും ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം CPM നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. ഇന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉൾപ്പെടെയുള്ള നേതാക്കൾ വീട്ടിൽ എത്തി സുധാകരനുമായി സംസാരിച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ടെലിഫോണിൽ വിളിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ സുധാകരൻ നിലപാടിൽ അടിയുറച്ച് നിൽക്കുകയാണ്. പാർട്ടി ബന്ധം ഏതാണ്ട് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നുവെന്ന സന്ദേശം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നൽകി. ഇപ്പോഴും അത് തിരുത്തി തൻ്റെ നിലപാടിൽ നിന്നും പിന്നിലേക്ക് മാറി എന്ന കാര്യം സുധാകരൻ പറയുന്നുമില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ തലവേദനയായി വിഷയം മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സുധീഷ് ഗോപാലാണ് ആലപ്പുഴയിൽ നിന്നും ചേർന്നത്.